ഹൃദയപൂർവം ഭാഗം 51. അന്ന് അവിടെ എത്തിയ നവീനും ശോഭനാമ്മയും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ശോഭനാമ്മയുടെ ഹസ്ബൻഡ് രാവിലെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. നവീൻ ഇതിനോടകം തന്നെ മാധവും ഉദയനുമായിട്ട് നല്ല കൂട്ടായി. അവൻ വന്നപ്പോൾ മുതൽ നോക്കുന്നത് ഇഷാനിയെയായിരുന്നു. അവൾ എത്തിയിട്ടില്ല എന്നാണ് ആദ്യം അവൻ കരുതിയത്. കാരണം അവിടെയെല്ലാം നോക്കിയിട്ട് അവളെ കാണാതായതും അങ്ങനെയാണ് അവൻ ചിന്തിച്ചത്. എന്നാൽ വൈകുന്നേരമായപ്പോൾ ഓട്ടോയിൽ വന്നിറങ്ങുന്ന അവളെയും ഗംഗയെയും മിത്രയെയും എല്ലാം അവൻ കാണുന്നത്. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴാണ് പുറകിൽ അവൻ്റെ തോളിലായി വന്ന ലക്ഷ്മി പതിയൊന്നടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവൾ അവൻ്റെ മുന്നിലേക്ക് വന്നു. എന്താണിവിടെ? ഞാനറിയാതെ എന്തോ നടക്കുന്നുണ്ടല്ലോ, അവൾ ചോദിച്ചതും അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ഇഷാനി ചേച്ചി, അവൾ ചോദിച്ചതും അവൻ അതിയെന്ന് പതിയെ തലയനക്കി. അതിന് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ലക്ഷ്മി ചോദിച്ചതും അല്ല എന്ന് അവൻ തലയനക്കി. ലക്ഷ്മി കണ്ണുകൾ വിടർത്തി. അല്ലേ? പെട്ടെന്ന് അവളുടെ ശബ്ദം കൂടിയതും ഒന്ന് പതിയെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളെ വരാന്തയുടെ അറ്റത്തായി കൊണ്ടുപോയി നിർത്തി. അവിടെ കയറിയിരുന്നു അവൻ. മുറ്റത്തൊക്കെ അത്യാവശ്യം ആളുകൾ കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി എന്ന ആരോ വിളിക്കുന്നത് കേട്ടതും അവളും നവീനും അങ്ങോട്ട് നോക്കി. അത് ഗംഗയും മിത്രയും ആയിരുന്നു. ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് ഗംഗ വിളിച്ചു. ഇപ്പോൾ വരാം, ലക്ഷ്മി പറഞ്ഞു. ചെല്ല്, നീ പോയിട്ട് വാ, ഞാൻ പറയാം, നവീൻ പറഞ്ഞു. വേണ്ട, ഞാൻ ഇനി ഇത് പറയുന്നത് കേട്ടിട്ടേ പോകുന്നുള്ളൂ, അവൾ പറഞ്ഞു. വാശി പിടിക്കലേ പെണ്ണേ, അവൻ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകും, വീണ്ടും അവൻ പറഞ്ഞു. വേണ്ട, എൻ്റെ അടുത്ത് നിന്ന് മുങ്ങുന്നതല്ലേ, അവൾ ചോദിച്ചു. ഇല്ല, സത്യമായിട്ടും ഞാൻ പോവില്ല, ഞാൻ ഇവിടെ ഇരിക്കാം, ചെന്ന് പോയി എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് വാ, അവൻ പറഞ്ഞു. പോകരുത്, ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഇക്കാര്യം ടീച്ചറമ്മയോട് പറയും, അവൾ ഭീഷണിപ്പെടുത്തിയതും. നീയാൾ കൊള്ളാലോ, പാവം പോലെ ഇരുന്നിട്ട് ഇപ്പോൾ നോക്കിക്കേ, അവൻ പറഞ്ഞു. ഞാൻ പാവം തന്നെയാ, എന്നെ പറ്റിക്കാതെ ഇരുന്നാൽ മതി, അവൾ പറഞ്ഞു. ഇല്ല എൻ്റെ ലക്ഷ്മി ടീച്ചറെ, ചെന്ന് കാര്യം ചോദിച്ചിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, അവൻ വീണ്ടും പറഞ്ഞതും അവൾ വേഗം അകത്തേക്ക് പോയി. അവളുടെ റൂമിലായിരുന്നു എല്ലാവരും. റൂമിൽ ചെന്നതും എല്ലാവരും ബെഡിൽ ഇരിക്കുന്നുണ്ട്. മുല്ലപ്പൂ കെട്ടുകയാണ്. മുല്ലപ്പൂവിൻ്റെ കൂടെ തന്നെ റെഡ് കളർ റോസാപ്പൂവിൻ്റെ ഇതളുകളും ഇടയ്ക്ക് കോർക്കുന്നുണ്ട്. ഇതെന്താ കെട്ടിവെച്ച മുല്ലപ്പൂ കിട്ടിയില്ലേ, അവൾ ചോദിച്ചു. കെട്ടുമായിരുന്നു, പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല. ഇതുപോലെ സാരിയുടെ കളറിലുള്ള റോസസിൻ്റെ പെറ്റൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് വാങ്ങിയത്. ഇതിപ്പോൾ ഒരുപാട് സമയം എടുക്കില്ലേ, അവൾ ചോദിച്ചു. ഇല്ല, ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇത് മുഴുവനും കെട്ടിക്കഴിയും. നീ ഇങ്ങോട്ട് ഇരുന്നേ, ഞങ്ങൾ ഇത് നോക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവളെ കസേരയിൽ ഇരുത്തി. നെറ്റിച്ചുട്ടി, അരപ്പട്ട, എല്ലാ സാധനങ്ങളും അവൾക്ക് ചേരുന്നത് സെലക്ട് ചെയ്യായിരുന്നു. ഓരോന്ന് വെച്ച് നോക്കുമ്പോഴും എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ടാണ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നിനും അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞില്ല. നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് അത് എല്ലാവർക്കും വിട്ടുകൊടുത്തു. എല്ലാം കഴിഞ്ഞതും ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്ക് പോകാൻ പോയതും ടീച്ചറമ്മയും മാഷും പിന്നെ മാധവിൻ്റെ അച്ഛനും അമ്മയും ഉദയനും കൂടി റൂമിലേക്ക് കയറി വന്നു. എവിടെ പോവാ നീ, ഉദയൻ ചോദിച്ചു. അത് പുറത്ത് ശോഭനാമ്മയും നവീൻ ചേട്ടനുണ്ട്, അവരുടെ അടുത്തേക്ക്, അവൾ പറഞ്ഞതും ഞങ്ങൾ എവിടെയുണ്ട് എന്ന് പറഞ്ഞ് ശോഭനാമ്മയും നവീനും കൂടി കയറി വന്നു. അവരെ കണ്ടതും അവിടെ നിന്നും ശാലുവും ദിവ്യയും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. മിത്ര, നീ അങ്ങോട്ട് പോ, അവിടെ ആളുകൾ വന്നിട്ടുണ്ട്, അവർക്ക് കുടിക്കാനുള്ള വെള്ളവും മറ്റും കൊടുക്ക്, അവളുടെ അമ്മ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ചു. എല്ലാവരും പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നതും അവൾ എല്ലാവരുടെയും കയ്യിലെ കവറുകൾ കണ്ടപ്പോൾ അവൾ അവരെ നോക്കി. സാന്ദ്ര റൂമിൻ്റെ വാതിലടച്ചു. അവൾ എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. എന്താ കൊച്ചേ ഇങ്ങനെ നോക്കുന്നത്, അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഉദയൻ ചോദിച്ചു. എന്താ എല്ലാവരും കൂടി, അവൾ ചോദിച്ചു. അതോ, കല്യാണപ്പെണ്ണിന് കല്യാണമായിട്ട് സമ്മാനം തരണ്ടേ, അതിനുവേണ്ടി വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ സാന്ദ്രയെ നോക്കി. അവൾ ഉദയൻ്റെ അടുത്തേക്ക് ചെന്നു. ഷർട്ടിൻ്റെ പുറകിലായി പിടിച്ചിരുന്ന ഒരു കവറെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും വക, ഞങ്ങളുടെ അനിയത്തിക്ക് ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവൾക്ക് നേരെ നീട്ടിയതും അവൾ അവരെ രണ്ടുപേരെയും നോക്കി. നോക്കി നിൽക്കാതെ ഇത് വാങ്ങിയിട്ട് തുറന്നു നോക്ക്, അവർ പറഞ്ഞതും അവളത് വാങ്ങി അത് തുറന്നു നോക്കി. അതിൽ 2 വലിപ്പമുള്ള വളകൾ കണ്ടതും അവൾ അവരെ രണ്ടുപേരെയും നോക്കി.
അവർ രണ്ടുപേരും അതിൽ നിന്നും ഓരോന്ന് വീതം എടുത്ത് അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അവളെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. ഈ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വീട്ടിലേക്കല്ലേ പോകുന്നത്? ഒരു മുറ്റം, പിന്നെന്തിനാ സങ്കടപ്പെടുന്നത്? എന്നാലും ഈ വീട്ടിലില്ലല്ലോ എന്നോർക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിന്നെ ഇവിടെ കാണാറുണ്ടല്ലോ. ഉദയൻ പറഞ്ഞതും ഇഷാനി അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ കാണാതിരിക്കുമ്പോൾ ഇത്രയും സങ്കടമില്ലല്ലോ അല്ലേ? അവൾ ചോദിച്ചതും നീ അതിന് പണ്ടേ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നതല്ലേ? നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ ഇവിടെ നിന്നോളാൻ. നിനക്ക് പറ്റാത്തത് കൊണ്ടല്ലേ പോയത്? അവൻ ചോദിച്ചു. ഇവള് പക്ഷേ അങ്ങനെയല്ല. അവധി ദിവസങ്ങളിലാണെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഇങ്ങനെ ചിലാന്ന് സംസാരിച്ചുകൊണ്ട് ഉദയൻ പറഞ്ഞതും അതിനെന്താ, ഇനിയും അങ്ങനെ ആവാലോ, മാധവിൻ്റെ അച്ഛൻ പറഞ്ഞു. ഒരുപാട് സെന്റ് അടിക്കാതെ ഇങ്ങോട്ട് മാറിയേ എന്ന് പറഞ്ഞ് സാന്ദ്ര അവൻ്റെ കൈപിടിച്ച് മാറ്റി. ശേ, കുറച്ച് സെന്റി അടിക്കാന്ന് വിചാരിച്ചതാ. ഈ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ, നമ്മുടെ ലാലേട്ടൻ്റെ മൂവിയിലെ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ ചിങ്കാരി എന്ന പാട്ട് ഒരു 6-7 പ്രാവശ്യം ഞാൻ ഇന്നലെ കണ്ട് ഹൃദയത്തിൽ കരുതി വെച്ചതാ. ഇങ്ങനൊരു സീന് വേണ്ടി ഇവളത് നശിപ്പിച്ചു, ഉദയൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാൽ മാധവ് ആ സമയം അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന അവളെ കണ്ടതും അവനും സങ്കടമായി. അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ശോഭനാമ്മയും നവീനും കൂടി വന്നു. ശോഭനാമ്മ അവളുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഇന്ന് കരയരുത്, അവർ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് ഞങ്ങളുടെ വിവാഹ സമ്മാനമാണ് ഞങ്ങൾ തരുന്നത്. അത് ഓർക്കണം. വിവാഹത്തിൻ്റെ അന്ന് എല്ലാ ബന്ധുമിത്രാദികളും പെണ്ണിനായിക്കോട്ടെ ചെക്കനായിക്കോട്ടെ സമ്മാനങ്ങൾ കൊടുക്കും. അതുപോലെ ഞങ്ങൾ തരുന്ന സമ്മാനമാണ്. വിലയിടാൻ നിൽക്കരുത്, സങ്കടപ്പെടാനും നിൽക്കരുത്. സമ്മാനങ്ങൾ തരുമ്പോൾ 2 കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കണം. അത് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ബോക്സ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അപ്പോഴും അവൾ നിറക്കണ്ണുകളോടെ അവരെ നോക്കി നിന്നതേയുള്ളൂ. ഞങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കാതെ തുറന്നു നോക്ക്, നവീൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി. ഇപ്പോ ആ കണ്ണ് പുറത്തേക്ക് ചാടി വരുവോ? അവൻ ചോദിച്ചു. അതില്ല, പക്ഷേ ആ കണ്ണുനീർ തുള്ളികൾ എല്ലാം താഴേക്ക് ചാടും, ഗംഗ പുറകിൽ നിന്നും പറഞ്ഞു. തുറക്ക്, വീണ്ടും അവർ പറഞ്ഞതും അവൾ അത് തുറന്നു നോക്കി. ഒരു ഭംഗിയുള്ള കാശുമാലയായിരുന്നു. അതിൻ്റെ കമ്മലുണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് വന്നത് ഇഷാനിയായിരുന്നു. ഇഷാനി അവളുടെ കയ്യിൽ ഒരു വളയിട്ട് കൊടുത്തു. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരു അനിയത്തിയോ അനിയനോ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തിനാണെന്നറിയോ? ഈ ഉദയേട്ടൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ അങ്ങേരുടെ അനിയത്തി ആയതുകൊണ്ടല്ലേ ഈ ഉപദ്രവം മുഴുവൻ സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അങ്ങേര് എന്നെ ഉപദ്രവിക്കുമ്പോൾ അതുപോലെ എനിക്ക് തിരിച്ച് ഒരു മനസ്സമാധാനത്തിന് അവരെയും ഉപദ്രവിക്കാലോ. പക്ഷേ അനിയത്തിയെ കിട്ടി വന്നപ്പോഴേക്കും ലേറ്റായിപ്പോയി. അപ്പോഴാണേ എനിക്ക് ഉപദ്രവിക്കാനുള്ള മൂഡും പോയി. ഇഷാനി പറഞ്ഞു. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്, നീ ഒരു കല്യാണം കഴിച്ചിട്ട് ആ ചെക്കനെ നീ ഉപദ്രവിച്ചോ, അപ്പോൾ നിന്റെ ഈ സങ്കടം മാറിക്കൊള്ളും. സാന്ദ്ര പറഞ്ഞതും അതിന് ഇവള് ഉപദ്രവിക്കുകയൊന്നും വേണ്ട. ഒരു ചെക്കനെ ഇവള് വിവാഹം കഴിച്ചാൽ അതിലും വലിയ ഉപദ്രവം അവന് കിട്ടാനില്ല. ഉദയൻ പറഞ്ഞതും അവൾ ഉദയനെ കോർപ്പിച്ചു നോക്കി. എന്നാൽ ലക്ഷ്മി നോക്കിയത് നവീനെയായിരുന്നു. അവന്റെ ആ സമയത്തെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. പിന്നെ മാധവിന്റെ അച്ഛനും അമ്മയും അവൾക്കായി വാങ്ങിയതും കൊടുത്തു. ഗംഗ അവൾക്കൊരു മോതിരമാണ് കൊടുത്തത്. പിന്നെ ടീച്ചറമ്മയും മാഷുമാണ് മുന്നിലേക്ക് വന്നത്. അവരും കയ്യിലുണ്ടായിരുന്ന ബോക്സ് അവൾക്ക് കൊടുത്തു. ഇത്രയും നേരം തന്നത് നിന്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ നിന്റെ സഹോദരനും സഹോദരിമാരും എല്ലാമാണ്. ഇപ്പോൾ നിനക്ക് തരുന്നത് നിന്റെ അച്ഛനും അമ്മയുമാണ്. ഞങ്ങളുടെ മകൾക്കായിട്ട് ഞങ്ങൾ തരുന്ന വിവാഹ സമ്മാനാണ്. ഇത് കിട്ടുമ്പോൾ കരയാനൊന്നും പാടില്ല. എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് വിവാഹത്തിന് സ്വർണം കൊടുക്കില്ലേ? അത് കരഞ്ഞുകൊണ്ടല്ലോ അവർ വാങ്ങുന്നത്, സന്തോഷത്തോടെയല്ലേ അവർ വാങ്ങുന്നത്. അതുപോലെ ഞങ്ങളുടെ കൊച്ചും സന്തോഷത്തോടെ ഇത് വാങ്ങണം. അവർ പറഞ്ഞതും അവൾ പെട്ടെന്ന് കരച്ചിലോടെ അവരുടെ കാലിലേക്ക് വീണു. എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവളിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ആ സമയം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഞെട്ടലോടെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ മോളെ ഇത്? അമ്മ നഷ്ടപ്പെട്ടപ്പോൾ അച്ഛനുണ്ട് എന്നുള്ളൊരു ചെറിയ ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അച്ഛനിൽ നിന്നും എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ അച്ഛൻ്റെ മാറ്റം
എനിക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ചെറിയമ്മയുടെ അടുത്തേക്ക് പോയത്. അവിടെ ചെറിയമ്മയും ചെറിയച്ഛനും അവരുടെ മകളും എന്നെ വേദനിപ്പിച്ചില്ല. എനിക്ക് നല്ലൊരു അഭയം തന്നെയായിരുന്നു അവിടെ. പക്ഷെ അതിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവിടെ നിന്നും സ്വന്തം ഏട്ടനെന്ന് കരുതിയ ആളിൽ നിന്നും ഏട്ടന്റെ ഭാര്യയെ ഞാൻ ഏട്ടത്തിയെ പോലെയാണ് കണ്ടത്. അവർക്ക് ഞാനൊരു ശല്യമാണെന്ന് അധികം താമസിയാതെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപാട് രാത്രികളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ആലോചിച്ച്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവരുടെ ഒപ്പം സന്തോഷവതിയായിരുന്നു. അവരിൽ ഒരാൾ നഷ്ടപ്പെടുന്നത് വരെ എനിക്ക് ആ സന്തോഷം അനുഭവിക്കാൻ യോഗം ഉണ്ടായിരുന്നുള്ളൂ എന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ചത്, കൂടപ്പിറപ്പുകളുടെ സ്നേഹവും കരുതലും എല്ലാം അനുഭവിക്കാൻ സാധിച്ചതും ഇവിടെ വന്നതിൽ പിന്നെയാണ്. ഒരു കുടുംബത്തിന് പകരം എനിക്ക് 2 കുടുംബമാണ് കിട്ടിയത്. 2 അച്ഛനമ്മമാരെയാണ് കിട്ടിയത്. അനിയനും അനിയത്തിയും എല്ലാം കിട്ടിയ എനിക്ക് പലപ്പോഴും ഈ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ആരുമില്ലാതെ എല്ലാവർക്കും ഒരു ശല്യമായിട്ട് ജീവിക്കണ്ട എന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചിന്താഗതി തെറ്റായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ആരെയും കിട്ടില്ലായിരുന്നല്ലോ. ദൈവമായിട്ട് എനിക്ക് തന്നതാണ് ഈ ജോലി. അതുപോലെ തന്നെ എനിക്ക് അഭയം തരാനായിട്ട് നിങ്ങളെയും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞതും ടീച്ചറമ്മയും മാഷും ഒരുപോലെ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ സങ്കടം എല്ലാവരെയും വിഷമിപ്പിച്ചു. ഒന്നുമില്ല, കരയില്ലേ എന്നെല്ലാം പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. കല്യാണത്തിന് വിവാഹ സമ്മാനം കൊടുത്തപ്പോൾ പെണ്ണിന് ഇത്രയും സങ്കടമാകുമെന്ന് ആരെങ്കിലും കരുതിയോ? സാധാരണ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് തോന്നുന്നത്. ഇവിടെ നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി അവരുടെ അടുത്തേക്ക് വന്നു. മാഷിൻ്റെയും ടീച്ചറമ്മയുടെയും അടുത്തു നിന്ന് അവളെ പിടിച്ചു വാങ്ങി. അവളെ കൂടെ നിർത്തി. അപ്പോഴേക്കും ഗംഗയും പിന്നെ സാന്ദ്രയും അവരുടെ അടുത്തേക്ക് വന്നു. അതെ, നീ എല്ലാം പറഞ്ഞു. ഇപ്പോൾ നിനക്ക് ഇവിടെ വന്നതിൽ പിന്നെ കിട്ടിയ മറ്റൊരു സന്തോഷമുണ്ട്. എന്നും നിന്റെ കൂടെയുണ്ടാകുന്ന ഒരു സന്തോഷം. അതുമാത്രം എന്താ പൊന്നുമോള് പറയാതിരുന്നത്? ഇഷാനി ചോദിച്ചതും അവൾ തലയുയർത്തി നോക്കിയത് തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന മാധവിനെ കണ്ടതും. ശരിക്കും ദൈവം നിനക്ക് തന്ന നിധി, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഈ നിൽക്കുന്ന ഞങ്ങളുടെ മാധവേട്ടനാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള സന്തോഷവും സങ്കടവും നന്ദിയും എല്ലാം നീ പറയേണ്ടത് മാധവേട്ടനോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി അവളെ മാധവന്റെ മുന്നിലേക്ക് നിർത്തി. അവൾ മാധവന്റെ മുഖത്തേക്ക് നോക്കി. തന്നെ അപ്പോഴും കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും എന്നാ പിന്നെ ഇനി അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി പുറത്തേക്ക് പോയി. ലക്ഷ്മി പുറത്തേക്ക് പോകുന്നവരെ ഒന്ന് നോക്കി. അതെ, ഒരുപാട് സമയമില്ലാട്ടോ, പുറമേ വേറെ ആളുകളുണ്ട്, അതുകൊണ്ട് പെട്ടെന്നങ്ങ് വന്നേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതും മാധവും അവരുടെ കൂടെ പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ പോകുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് മാധവിൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ അങ്ങനെ തന്നെ നിന്നു. മാധവേട്ട, അവൾ വിളിച്ചതും പറഞ്ഞു ലക്ഷ്മി. ഇനി എങ്ങനെയാണ് എന്നോട് നന്ദി പറയാൻ പോകുന്നത്? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. നാളെ എൻ്റെ വിവാഹമാണ്. ഞാൻ ക്ഷണിച്ചിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയും ആഗ്രഹിച്ച് എനിക്ക് വേണമെന്ന് കരുതി ഞാൻ സ്വന്തമാക്കാൻ പോകുന്നതാണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും മനസ്സ് മുഴുവനും സന്തോഷം മാത്രമേ ഉള്ളൂ. അവിടെ സങ്കടങ്ങൾക്ക് സ്ഥാനമില്ല. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കും സന്തോഷം തന്നെയാണ്, അവൾ പറഞ്ഞു. എന്നിട്ടാണോ ഈ മാതിരി കരഞ്ഞത്? പിന്നെ എല്ലാവരെയും കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു. 2 അച്ഛനമ്മമാരെ കിട്ടി, ഏട്ടനെ കിട്ടി, ഏട്ടത്തിയെ കിട്ടി, ഒരു അനിയനെയും അനിയത്തിയെയും കിട്ടി എന്നെല്ലാം പറഞ്ഞു. അവിടെ എന്നെ കിട്ടിയപ്പോൾ സന്തോഷമാണെന്ന് പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ. ഈ പറഞ്ഞ സന്തോഷങ്ങൾക്കിടയിൽ ഞാനൊരു സന്തോഷമേ അല്ലായിരുന്നോ നിനക്ക്? അവൻ ചോദിച്ചതും അയ്യോ മാധവേട്ട, അങ്ങനെയല്ല. എനിക്കിങ്ങനൊരു ജീവിതം തരുന്നത് മാധവേട്ടനല്ലേ. ഇനിയുള്ള എൻ്റെ സന്തോഷം മുഴുവനും എൻ്റെ മാധവേട്ടനെ ആശ്രയിച്ചല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ മാധവേട്ടൻ, അവൾ പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ടത് പറയാതിരുന്നത്? അത് അങ്ങനെ പറഞ്ഞ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഡോറിന് പുറകിലേക്ക് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. പറ. എല്ലാവരെയും പറഞ്ഞപ്പോൾ
എന്നെ പറഞ്ഞ എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? അവൻ ചോദിച്ചു. അത് അവൾ വീണ്ടും പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും, വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. പറഞ്ഞാലും എൻ്റെ മനസ്സിൽ അതിനി നിൽക്കില്ല. നീ എൻ്റെ പേര് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് നീ അത് പറഞ്ഞില്ല. അതുകൊണ്ട് ഇനി എന്നോട് പറയുകയും വേണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും മുന്നോട്ട് നടക്കാൻ പോയതും ലക്ഷ്മി ശരിക്കും തറഞ്ഞു നിന്നുപോയി. എന്നാൽ അവളുടെ അടുത്ത് നിന്ന് പോകുന്ന മാധവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ അറിയായിരുന്നു അവൾ മനഃപൂർവ്വം പറയാതിരുന്നതാണ് എനിക്ക് എൻ്റെ മാധവേട്ടനെ കിട്ടിയെന്ന് പറഞ്ഞ ഒരു പക്ഷേ എല്ലാവരും കൂടി അവളെ കളിയാക്കിയേനെ. പക്ഷേ അവൾ പറയാതെ പറഞ്ഞുകൊണ്ട് ആ സമയം തന്നെ നോക്കി. അവൻ ആലോചിച്ചു കൊണ്ട് പോകുമ്പോൾ അവൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തല കുനിച്ച് കണ്ണീരോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ സങ്കടം തോന്നി. സാരല്ല, ഈ സങ്കടം ഞാൻ നാളെ മാറ്റിത്തരാം, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയോടെ നടന്നു പോകുന്നത് കണ്ടതും, ഡാ മാധവ, നീ എന്താടാ തനിയെ ചിരിച്ചുകൊണ്ട് പോകുന്നത്? നീ എൻ്റെ പെങ്ങളോട് എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിച്ചോ? ഉദയൻ ചോദിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ചതും നവീനും അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ പെങ്ങള് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അളിയ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. ഉറപ്പായിട്ടും ജീവനോടെയുണ്ട്, ഒന്ന് തിരിഞ്ഞു നോക്കിയേ കാണാം, അവൻ പറഞ്ഞതും അവർ ലക്ഷ്മിയുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ അനങ്ങാതെ തല കുനിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും, എന്താണ് അവൾ അങ്ങനെ നിൽക്കുന്നത്? ആ, എനിക്കറിയില്ല, നിങ്ങൾ പോയി ചോദിക്കുക, നിങ്ങളുടെ പെങ്ങള് എന്താണ് അങ്ങനെ നിൽക്കുന്നതെന്ന്. മാധവൻ പറഞ്ഞുകൊണ്ട് മീശത്തുമ്പ് പിരിച്ചു വെച്ചുകൊണ്ട് മുണ്ടു മടക്കി കുത്തി അവിടെ നിന്നും പുറത്തേക്ക് ഒരു ചിരിയോടെ പോയി. അവൻ പോകുന്നത് രണ്ടുപേരും നോക്കി നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.